അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വരാൻ സാധ്യതയുള്ള ഗൗരവപരമായ ചില അബദ്ധങ്ങൾ, തെറ്റുകൾ അത് സൂചിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട മറ്റൊരു സ്ഥലമാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ നിർത്തി ഓതണം. നിർത്തിയാണ് ഓതേണ്ടത്. ഓരോ ആയത്തിൻ്റെയും അവസാനം നിർത്തി ഓതലാണ് സുന്നത്ത്. ശേഷമുള്ള ആയത്തിലേക്ക് കൂട്ടി ഓതുമ്പോൾ പല അക്ഷരങ്ങളും പല ഹറക്കത്തുകളും നഷ്ടപ്പെടും. ഒരുപക്ഷെ അത് കാരണമായി നമ്മുടെ നിസ്കാരം തന്നെ ബാത്തിലാവും. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആ നൂനിന് ലമ്മാണുള്ളത്. വഖഫ് ചെയ്യുമ്പോൾ നിർത്തി സുക്കൂനിട്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ഓതും. അങ്ങനെയാണ് ഓതേണ്ടത്. എന്നാൽ നമ്മളിൽപ്പെട്ട പലരും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ള ശേഷമുള്ള ആയത്തിലേക്ക് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തിനെ ചേർത്തി കൂട്ടി ഓതും. അങ്ങനെ ഓതുന്ന സമയത്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നസ്തഈൻ എന്നുള്ള ആ സ്ഥലത്ത് നൂനിനിക്ക് ലമ്മാണ് അവിടെ ഉള്ളത്. ആ ലമ്മ് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ നിർത്തി ഓതുമ്പോൾ സുക്കൂനായിട്ട് വരും. എന്നാൽ നമ്മളിൽ പലരും ആ നൂന് കസറിട്ടുകൊണ്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നൂന് കസറിട്ടുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഓതുന്നതായി കാണാം. അങ്ങനെ ഓതുമ്പോൾ പല തെറ്റുകളും പല അബദ്ധങ്ങളും വരും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അക്ഷരം ഹംസയാണ്. അത് കൂട്ടി ഓതുമ്പോൾ പോകാം എന്ന് വെക്കാം, പക്ഷേ ശേഷം ഹ ആണ്. ഇഹ്ദിനസ് സിറാത്തി എന്ന് ഓതുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും ഹ വരാൻ സാധ്യതയില്ല. ഹ ഓ അല്ലെങ്കിൽ മറ്റൊരക്ഷരമായിട്ടോ തോന്നും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വഖഫ് ചെയ്ത് തന്നെ ഓതി ശീലിക്കണം. ശേഷമുള്ളതിലേക്ക് ഓതണമെങ്കിൽ നൂന് ലമ്മിട്ട് ഓതണം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ, അങ്ങനെ ആരും ഓതലില്ല. നൂനിന് കസറിട്ടാണ് ഓതുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അവിടെ വഖഫ് ചെയ്ത് തന്നെ ഓതലാണ് ഏറ്റവും അഭികാമ്യം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഓതലാണ് ഏറ്റവും നല്ലത്. ഇനി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതിൽ അപകടകരമായ വലിയൊരു തെറ്റ് ഒളിഞ്ഞിരിപ്പുമുണ്ട്. ഫാത്തിഹയിൽ തെറ്റൊളിഞ്ഞിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, നമ്മളുടെ ഓതലിൽ വലിയൊരു തെറ്റ് ഒളിഞ്ഞിരിപ്പുമുണ്ട്. അതെന്താണെന്ന് അറിയുമോ? നമ്മളിൽ അറിവുള്ളവർ തന്നെ ഓതുന്നതിൽ അപാകത പലപ്പോഴും കാണാറുണ്ട്. അതെന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീം എന്ന് പറയുമ്പോൾ മീമിന് ശേഷം സീനാണ്, ശേഷമുള്ള അക്ഷരം തായാണ്, അലിഫ് ബാ ത ആണ്. അടുത്ത അക്ഷരം ഖാഫാണ്. നമ്മളിൽ പലരും ഈ തായിനെ ത്വായിലേക്ക് മാറ്റി ശബ്ദം കനപ്പിച്ച് ത്വാ ആണ് എന്ന രൂപത്തിൽ ഓടുന്നതായി കാണാം. ഉച്ചാരണം കേൾക്കുമ്പോൾ, ശബ്ദം കേൾക്കുമ്പോൾ അത് ത്വാ ആയിട്ട് തന്നെ നമുക്ക് കേൾക്കാനും കഴിയും. എങ്ങനെ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീം ഇങ്ങനെ കനപ്പിച്ച് ഓതിയാൽ അത് ത്വാ ആയിട്ട് മാറും. യഥാർത്ഥത്തിൽ അവിടെ അലിഫ് ബാ ത ഇതാണ്. അപ്പൊ എങ്ങനെയാണ് ഓതേണ്ടത്? നല്ലതുപോലെ ശ്രദ്ധിക്കണം. അറബി അക്ഷരങ്ങളൊന്നും കട്ടിയുള്ളതൊന്നുമില്ല. ചില ആൾക്കാർ ഓതുന്നത് കേട്ടാൽ ഇത്രമാത്രം പ്രയാസകരമാണോ വിശുദ്ധമായ ഖുർആൻ എന്ന് തോന്നിപ്പോവും. വളരെ സൈലന്റായി എല്ലാ അക്ഷരങ്ങളും ഉച്ചരിക്കാൻ പറ്റുന്ന പാകത്തിലാണ് വിശുദ്ധമായ ഖുർആൻ ഉള്ളത്, അറബി അക്ഷരങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓതേണ്ടത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, 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 മുസ്തഖീം എന്നല്ല, മുസ്തഖീം എന്നല്ല, മുസ്തഖീം. ത ആണ്, മീം സീന് ത ആണ്. ആ തായിനെ ത്വായിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ത ആയിട്ട് തന്നെ ഉച്ചരിക്കണം. നല്ലതുപോലെ ശ്രദ്ധിക്കണം. അറിവുള്ളവരിൽ നിന്ന് തന്നെ ഈ ത്വാഇന്റെ ശബ്ദം കേൾക്കാൻ ഇടയാകുന്നുണ്ട്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓതലുകളെല്ലാം ക്ലിയറായി ഓതി നല്ലതുപോലെ
നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.